ധനസഹായം വെട്ടിക്കുറച്ചതിന് പിന്നാലെ ട്രംപ് ഭരണകൂടത്തിനെതിരെ ഫെഡറൽ കേസ് ഫയൽ ചെയ്ത് ഹാർവർഡ് സർവകലാശാല. US ഗവൺമെന്റിന്റെ നയങ്ങളുടെ അനന്തരഫലങ്ങൾ ദൂരവ്യാപകമായിരിക്കുമെന്ന് ഹാർവർഡ് പ്രസിഡന്റ് അലൻ എൻ ഗാർബർ പറഞ്ഞു. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൌസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ രാജ്യവ്യാപകമായി പോളിയോ വാക്സിൻ ക്യാമ്പയിൻ ആരംഭിച്ചു. 5 വയസ്സിന് താഴെയുള്ള 11.6 ദശലക്ഷം കുട്ടികൾക്ക് വാക്സിൻ നൽകും. വിറ്റാമിൻ എയുടെ സപ്ലിമെന്ററി ഡോസും കുട്ടികൾക്ക് നൽകും. അഫ്ഗാനിൽ കഴിഞ്ഞ വർഷം 25 പോളിയോ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈസ്റ്ററിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ വെടിനിർത്തൽ അവസാനിച്ചതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. 30 മണിക്കൂർ നീണ്ടുനിന്ന വെടിനിർത്തൽ ഞായറാഴ്ച അർദ്ധരാത്രി 2 മണിവരെയായിരുന്നു. വെടിനിർത്തൽ സമയത്ത് യുക്രൈനിന്റെ സൈനിക പ്രവർത്തനങ്ങളിൽ കുറവുണ്ടായതായും പുടിൻ പറഞ്ഞു. യുക്രൈനുമായി ഉഭയകക്ഷി ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. ഓസ്ട്രേലിയയിലെ വിവിധ സർവകലാശാലകൾ ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട്. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിലക്ക്. വിദ്യാർത്ഥി വിസ കുടിയേറ്റത്തിനുള്ള പിൻവാതിലായി ഉപയോഗിക്കുന്ന അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. എന്നാൽ എല്ലാ സർവകലാശാലകളിലും ഈ നിയന്ത്രണം ബാധകമല്ല. US-ൽ വിമാനത്തിന് തീപിടിച്ചു. ഫ്ലോറിഡയിലെ ഒർലാൻഡോ വിമാനത്താവളത്തിലാണ് സംഭവം. പുറപ്പെടാനിരുന്ന ഡെൽറ്റ എയർലൈൻസിന്റെ വിമാനത്തിനാണ് തീപിടിച്ചത്. സംഭവത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല.